Watch full episodes on Jio Hotstar. ഈ ഐലൻഡിന്റെ പേര് ട്രെംബ്ലിംഗ് ഐലൻഡ് എന്ന് എന്തുകൊണ്ടാ വെച്ചത്? ഈ ഐസൊലേറ്റഡ് ഐലൻഡിൽ ഒരു വലിയ ഭൂകമ്പം വന്നായിരുന്നു. ഭാഗ്യം കൊണ്ട് ഈ ഹോട്ടൽ പുതിയൊരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹോട്ടലിന് മാത്രം ഒന്നും തന്നെ സംഭവിച്ചില്ല. ഇല്ലായിരുന്നു ഈ ഹോട്ടൽ മൊത്തത്തിൽ അങ്ങ് തകിട് പൊടിയായേനെ. ഇപ്പോ പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും മനോഹരമായ കാഴ്ച ഞാൻ കണ്ടിട്ടേ ഇല്ല. വരൂ, നമുക്ക് എല്ലാവർക്കും വേഗം ഡ്രസ് ചേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റോറന്റിലേക്ക് പോയി കഴിക്കാം. അല്ല, നിങ്ങൾ ആരാ കെട്ടിയിട്ടിരിക്കുന്നത്? അതെ, ആരും എന്നെ കെട്ടിയതല്ല. ഈ ഭൂമികൾക്കും ഒക്കെ വരുമ്പോഴേ ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് ചുറ്റി അങ്ങോട്ട് കെട്ടി വെക്കുന്നതാ എന്നെ തന്നെ. അതുകൊണ്ട് ഞാൻ സ്ലിപ്പായി പോകത്തില്ല. പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് എന്റെ ജോലിയും ചെയ്യാം. അല്ല, നിങ്ങൾക്ക് എങ്ങനെ ഈ പരിക്കൊക്കെ പറ്റിയത്? അത് പിന്നെ ഇപ്പൊ വന്ന ഭൂകമ്പമാണ് ഞങ്ങളെയൊക്കെ ആ ടവറിൽ നിന്ന് ഈ ടവറിലേക്ക് എത്തിച്ചത്. അതിരിക്കട്ടെ, ഈ ഭൂകമ്പം പെട്ടെന്ന് എവിടുന്നാണ് അല്ലെ, വന്നത്? എന്നാ പറയാനാ, ഞങ്ങൾ ഹോട്ടൽ ഇവിടെ ഉണ്ടാക്കിയപ്പോ തൊട്ട് ഇവിടെ earthquakes ഇങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായി കാണുമല്ലോ. ജർമ്മനി മുഴുവനും ഭൂകമ്പം ഉണ്ടാവുമല്ലോ അല്ലേ? അല്ല, ജർമ്മനിയിൽ എവിടെ ഇങ്ങനൊന്നും സംഭവിക്കാറില്ല. ഇവിടെ മാത്രമേ ഇത് നടക്കാറുള്ളൂ. അല്ല, അതെങ്ങനെയാ? അത് ആർക്കും അറിയത്തില്ലെന്നേ. ഇദ്ദേഹം പറയുന്ന കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഐലൻഡിൽ മാത്രം ഭൂകമ്പം വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ വേറെ ഒരു സ്ഥലത്തും ഭൂകമ്പം ഉണ്ടാവുന്നില്ല. അത് മാത്രമല്ല, ഇവിടുന്ന് കര 200-300 കിലോമീറ്റർ ദൂരത്തിലല്ലേ ഉള്ളൂ. പക്ഷേ ഈ ഹോട്ടലിന്റെ അടിയിൽ മാത്രം എങ്ങനെയാ ഭൂകമ്പം വരുന്നത്? എന്തോ ഒരു പ്രശ്നം ഞാൻ ഇതിൽ കാണുന്നുണ്ട്. ഒന്നും എവിടെയും കാണുന്നില്ല. ഇവിടെ ഭൂകമ്പം ഉണ്ടാവുന്നത് വളരെ സാധാരണയാണ്. മാനേജർ സാർ, ഒരു കണക്ഷൻ ഇല്ലാണ്ട് ഉത്തരം പറഞ്ഞിട്ട് പോകുന്ന ഈ ആള് ആരാന്നൊന്ന് പറഞ്ഞുതരൂ. ഈ ഹോട്ടലിന് 2 മുതലാളിമാരുണ്ട്, മിസ്റ്റർ മാർക്ക് പിന്നെ മിസ്റ്റർ സുബൈർ. ഇദ്ദേഹത്തിന്റെ പേരാണ് മിസ്റ്റർ സുബൈർ. ഓ, എന്നാ മാനേജർ സാർ, ഞങ്ങൾക്ക് കുറച്ച് ജോലിയുണ്ട്. ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. മോട്ടോ, നമുക്ക് അയാളെ ഫോളോ ചെയ്യാം. എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. പൊളിച്ചെടുത്തല്ലോ. ഹായ് സുബൈർ. ഹായ് മാർക്ക്. നമ്മൾ ഈ ഹോട്ടൽ വിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ ഭൂകമ്പമൊക്കെ വളരെ ശക്തി കൂടിയതാണ്. ഈ ചുവരുകളെല്ലാം ഷോക്ക് പ്രൂഫ് ആയിരിക്കാം, പക്ഷെ അത് അധികം നാൾ താങ്ങത്തില്ല. ഇപ്പൊ കസ്റ്റമേഴ്സ് മുമ്പത്തെ പോലെ ഒന്നും വരുന്നില്ല. എനിക്ക് ഈ ഹോട്ടൽ അടച്ചു വെക്കാൻ പറ്റത്തില്ല. ഈ ഹോട്ടലിൽ എന്റെ ഇമോഷൻസ് ഉണ്ട്, എന്റെ സെന്റിമെന്റ്സ് ഉണ്ട്, എന്റെ ഓരോ കഷ്ടപ്പാടിന്റെ ഗന്ധം ഇതിലുണ്ട്. ഈ ഹോട്ടൽ എനിക്ക് ഒരിക്കലും വിൽക്കാൻ പറ്റില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തന്നെ വിറ്റേക്ക്. അതെന്തായാലും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. എന്ത് ചെയ്താലും അവൻ വഴിക്ക് വരുന്നതെന്ന് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു ഭൂകമ്പം ഉണ്ടാക്ക്. ഇപ്രാവശ്യം കുറച്ചും കൂടി പവർഫുൾ ആയിട്ട് ചെയ്താൽ മതി. പൊളിച്ചെടുത്തല്ലോ. ഞാൻ പറയുന്ന മാത്രം നീ ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഓ, അടിപൊളി പെയിന്റിംഗ് അല്ലേ? കൊള്ളാം. കള്ളൻ കള്ളൻ എന്റെ വാതിൽ പൊളിച്ച് റൂമിനുള്ളിൽ കടന്നിരിക്കുന്നു. കള്ളൻ 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 കള്ളൻ. അങ്ങനെയാണോ? നിങ്ങളെല്ലാം ഇവരുടെ ഫ്രണ്ട്സ് ആണോ? എങ്കിൽ എല്ലാവരും
മാനേജർ സാറേ, ഈ ഹോട്ടലിലെ 2 മുതലാളിമാരില്ലേ, അവരുടെ റോൾ എന്താ? ഏതോ ഒരു പ്രശ്നമുണ്ട്. മാർക്ക് പറയുന്നുണ്ട് ഹോട്ടൽ അദ്ദേഹത്തിന് കൊടുക്കാൻ. സുബേർ പറയാറുണ്ട് ഹോട്ടൽ അയാൾക്ക് വേണമെന്ന്. 2 പേരുടെ ഇടയ്ക്ക് നല്ല വഴക്കുണ്ടാകാറുണ്ട്. അതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഭൂകമ്പം പെട്ടെന്ന് വന്നതുപോലെ ഇല്ലേ? അത് കുറച്ച് ഈ പ്രാവശ്യം പെട്ടെന്ന് വന്ന പോലെ തന്നെ ഉണ്ട്. ഈ ഹോട്ടൽ ഉണ്ടാക്കിയപ്പോ തൊട്ട് എന്തോ ഇതിന്റെ അടിയില് നമ്മളെപ്പോഴാ ഇത്രയും ഉയരത്തിലേക്ക് വന്നത്? നമുക്കെല്ലാവർക്കും ഒന്ന് മേളിൽ പോയി നോക്കിയാലെന്താ? കാരണം ഇതൊക്കെ ആ സുബൈറുടെ പണി ആയിരിക്കണം. എത്ര പടിയുണ്ട് കേറാൻ? ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഞാൻ നിന്നെ വെറുതെ വിടില്ല. എനിക്ക് നിങ്ങൾ എല്ലാരും എന്നെ പിന്തുടർന്ന് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് എന്തോ പ്ലാൻ ചെയ്യാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് എന്റെ ആളുകളെ ഞാൻ റെഡി ആയിട്ട് വെച്ചിട്ടുള്ളത്. വരണം ബോയ്സ്, ഇവരെ എല്ലാരും ഒന്ന് നല്ലോണം കൈകാര്യം ചെയ്തേക്ക്. എന്റെ ചങ്ക എന്റെ ബ്രോ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? വലിയേട്ടാ, നിങ്ങൾ ഫ്ലൈയിങ് ഹെൽമെറ്റ് ഇട്ട് പറന്നു വന്നു അല്ലേ? എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല ഹെൽമെറ്റ് ഉണ്ടെന്നുള്ള കാര്യം? ചേട്ടന്മാരെ, നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ ഇടിക്കാൻ വേണ്ടി കാത്തിരിക്കുമല്ലേ? എന്നാ പിന്നെ ആദ്യം ഈ വലിയേട്ടനിൽ നിന്ന് തന്നെ തുടങ്ങിക്കോ. സമയം കളയണ്ട, തുടങ്ങിക്കോ. എന്നെ വിട്ടേക്ക് പ്ലീസ്. വേണ്ട, എന്നെ തല്ലല്ലേ പ്ലീസ്, എന്നെ വിട്ടേക്ക്. ചേട്ടാ, എന്റെ ചക്ക എടുക്കോ പത്ലു, എന്റെ ഹെൽമെറ്റ് ഓൺ ചെയ്ത് വിടൂ. എല്ലാവരും എന്റെ കൈ പിടിച്ച് തൂങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹെൽമെറ്റ് ഫാൻ ഓൺ ചെയ്യ, വേഗം ഓൺ ചെയ്യ പത്ലു. ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന ഷോക്കിൽ മാർക്ക് ഇന്ന് തന്നെ ഈ ഹോട്ടൽ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവൻ പോയി കളയണം. ഇനി ഒരു ഭൂമി കുലുക്കവും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇനി ആ കുലുക്കം നിങ്ങളിൽ ഉണ്ടാക്കും ഞാൻ. നിങ്ങൾ എല്ലാരും ഇങ്ങോട്ടേക്ക് എത്തിയോ? പിടിക്കവന്മാരെ. അവന്മാര് പുറത്തേക്ക് പോരുത്, ഇല്ലെങ്കിൽ നമ്മുടെ സീക്രട്സ് എല്ലാം പുറത്തറിയും. നിങ്ങളുടെ സത്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. മാർക്ക്, നിനക്ക് ഈ ഹോട്ടൽ ചെറിയ വിലയിൽ വിറ്റിട്ട് പോണം, അതല്ലേ നിന്റെ ഉദ്ദേശം? സത്യം പറ. അതുകൊണ്ടല്ലേ നീ ഈ മെഷീൻ ഉപയോഗിച്ച് ഈ ബിൽഡിങ്സിന് ഭൂകമ്പം കൊടുത്തോണ്ടിരിക്കുന്നേ? അതെ, അത് തന്നെയാണ് എന്റെ പ്ലാൻ. പക്ഷെ നിങ്ങൾ വന്ന് എന്റെ പ്ലാൻ നശിപ്പിച്ച് കളഞ്ഞു. പക്ഷെ ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജീവനോടെ പോവാൻ പറ്റില്ല. ഇപ്പൊ ഈ റിമോട്ട് എന്റെ പോക്കറ്റിലുണ്ടാവും. നിങ്ങളെ അടിച്ച് ചമ്മന്തിയാക്കിയതിന് ശേഷമേ ഡോറ് തുറക്കാൻ പോകുന്നുള്ളൂ. ഇനി ആ റിമോട്ട് നിനക്ക് മാത്രമാണ് ഉപയോഗപ്പെടാൻ പോകുന്നത് സുബൈർ. ആ റിമോട്ട് നീ സൂക്ഷിച്ചു വെച്ചോ. പിടിക്കാവന്മാരെ. കിട്ടി. ഈ ഞങ്ങൾക്ക് നിന്നെയും കൂടെ എടുത്തിട്ട് അലക്കണ്ടേടാ.
എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന്, പക്ഷെ ഇത്രയൊക്കെ ചെയ്യുന്നത് ഞാൻ വിചാരിച്ച പോലും ഇല്ല. മോട്ടോ പാത്തലോ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ എന്നെ വളരെ നന്നായിട്ട് സഹായിച്ചു. ഇൻസ്പെക്ടർ സാറ്, ഇയാളെ ഇവിടുന്ന് കൊണ്ടുപോകൂ. താങ്ക് യു സോ മച്ച് മോട്ടോ പാത്തലോ. പൊളിച്ചെടുത്തല്ലോ. ഇതെന്താ താങ്ക് യു മോട്ടുപത്രോണ്ട് മാത്രാണോ? ഇത്രയും നേരം ഞങ്ങള് മോളിന്ന് താഴേക്ക് വീണിട്ടുണ്ട്. ഞങ്ങൾക്ക് താങ്ക് യു ഇല്ലേ? താങ്ക് യു ഡോക്ടർ ചട്ക. ഗാസിറ്റോ റാം. താങ്ക് യു. മോട്ടോ, ഇവിടെ ഭൂതവും പ്രേതവും ഒന്നും ഇല്ല. ഭൂതമുണ്ട്, പ്രേതമുണ്ട്. പ്രേതത്തെ കണ്ട് പേടിച്ചു പോയോ നിങ്ങള്? എന്നാ നോക്കിയേ, ഞങ്ങൾ പ്രേതമൊന്നും അല്ല, മനുഷ്യരാണ്. ഇതൊരു ഹാലോവീൻ പാർട്ടിയാണ്, ഹാലോവീൻ നൈറ്റ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഫ്രം ഫുർഫുറി നഗർ. ഓ, ഫുർഫുറി നഗർ. ഭയങ്കര പേടിത്തൊണ്ടന്മാരാണ്, പേടിത്തൊണ്ടന്മാര്. ഇങ്ങനെ പെട്ടെന്ന് ഭൂതത്തിനെ പോലെ മുമ്പിൽ വന്നു നിന്നാ ആരാണെങ്കിലും തന്നെ പേടിച്ചു പോകൂലേ? നിങ്ങളാണെങ്കിലും പേടിക്കും. കാണിച്ചതാ, ഞങ്ങൾ കാണിച്ചതാ. ജർമ്മനിയിലുള്ളവരൊക്കെ ധൈര്യശാലികളാണ്. ഒന്ന് കണ്ട് ഞങ്ങൾ പേടിക്കാനില്ല. നമ്മൾക്ക് അവരാരാന്ന് കാണിച്ചു കൊടുക്കണം. അവർക്ക് പേടി എന്താന്ന് മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് എല്ലാവരും എന്റെ അടുത്ത് വരൂ, ഞാൻ പറഞ്ഞു തരാം. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇതൊക്കെ എനിക്ക് എളുപ്പമുള്ള പണിയല്ലേ? അടിക്കാം, വരൂ. ഇങ്ങനെ തല്ലുന്നത്? ഇനി ഇങ്ങനെ ഭയപ്പെടുത്താൻ വന്നാലുണ്ടല്ലോ, കൊന്നു കളയും. നമ്മളെ കാണാൻ ശരിക്കുള്ള പ്രേതത്തിനെ പോലെ അല്ലാത്തവരെ ആരും നമ്മളെ കണ്ട് പേടിക്കാൻ പോകുന്നില്ല. ഡോക്ടർ ചക്ക, എന്തെങ്കിലും ഒരു ഉപകരണം വെച്ച് ഞങ്ങളെ പറപ്പിക്കാൻ പറ്റുമോ? ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, അതൊക്കെ പറ്റുമെന്നേ. കണ്ടില്ല, അങ്ങോട്ട് നോക്കൂ. നമ്മളെ കുറച്ചു മുമ്പ് പേടിപ്പിച്ചില്ലേ? അവരാണാ പോകുന്നത്. വരൂ, നമുക്കിപ്പൊ ചെന്ന് അവരെ പേടിപ്പിക്കാം. വരൂ. നിങ്ങളെല്ലാവരെയും ഞാൻ വിഴുങ്ങാൻ പോവുകയാണ്. ഇതാ വരുന്നു ശരിക്കുള്ള ഭൂതാവ്. നിങ്ങളെല്ലാവരും പേടിച്ചതല്ലേ? ഇതിപ്പോ എന്ത് കളിയാണോ? ഞങ്ങളെല്ലാവരും പേടിക്കുന്ന പോലെ അഭിനയിക്കുകയാണ് ചെയ്തത്. നിങ്ങളെല്ലാരും ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഐഡിയ തോന്നിയായിരുന്നു. നിങ്ങളെല്ലാരും ഇവിടെ കുടുക്കിയിട്ട് ഞങ്ങൾക്ക് അത് കണ്ട് രസിക്കണമെന്ന്. കളിപ്പിക്കാന്നോ? നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നേ?
അതായത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന മാസ്ക് ധരിച്ച് ഞങ്ങൾ ഇവിടെ മോഷണം നടത്തും, എന്നിട്ട് നിങ്ങൾ ഇവിടെ പിടിക്കപ്പെടും. അതെ, നിങ്ങള്. പക്ഷേ അവരെന്തിനാ ഞങ്ങളെ പിടിക്കുന്നത്? കാരണം നിങ്ങൾ എവിടേക്കാണോ ഞങ്ങളായിട്ട് അടിച്ചത് അവിടെ എല്ലാം തന്നെ നിങ്ങളുടെ മാസ്ക് രജിസ്റ്റർ ആയിട്ടുണ്ടാവുന്നേ. റോഡുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന CCTV ക്യാമറാസിലെല്ലാം നിങ്ങളുടെ ഫേസ് പതിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോ പോലീസ് വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഈ മാസ്കിന്റെ പിന്നിൽ ആരാണെന്ന് അവർക്ക് മനസ്സിലാവുന്നേ. അതിനുശേഷം അവർ നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ബൈ ബൈ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. തോക്കെ പുറത്തേക്ക് വന്നേ, വന്ന് ഫയർ ചെയ്യേ. കം ഓൺ ക്വിക്ക്. അതെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവരുടെ കയ്യിൽ നന്നായിട്ട് പെട്ടിരിക്കുക. സത്യമായിട്ട് നിങ്ങള് വളരെ മോശമായിട്ട് പെട്ടിരിക്കുക. ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. But you don't worry, ഇത് ഞങ്ങളുടെ വീടാണ്. കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പിന്നീട് പോകാമല്ലോ. അത് ശരി, അപ്പൊ നിങ്ങളും ആരെയോ പേടിപ്പിക്കാൻ വേണ്ടി പോയതാണല്ലേ? ഇന്നത്തെ ദിവസം എല്ലാരും ഇങ്ങനെ കാണിക്കുള്ളൂ. അതുകൊണ്ട് ആരും ആരെയും കണ്ട് പേടിക്കത്തില്ലെന്നേ. അല്ല, നിങ്ങളുടെ വീടെന്താ ഇങ്ങനെ ഇരുണ്ടിരിക്കുന്നത്? അല്ല, ഇന്ന് എല്ലാവരുടെയും വീട്ടിൽ നല്ല വെളിച്ചം ഉണ്ടാവേണ്ട ദിവസമല്ലേ? പത്തലു, ഇവര് നല്ലവരാണെന്നാ തോന്നുന്നത്. വരൂ, ഇവരുടെ വീട്ടിൽ തന്നെ നമുക്ക് ഹാലോയിൻ ആഘോഷിക്കാം. കണ്ടില്ലേ, ഇപ്പൊ നിങ്ങളുടെ വീട് കാണാൻ എന്ത് രസമുണ്ട്. ചേട്ടാ എന്റെ ചങ്കയുണ്ട് ബ്രോ, പക്ഷേ ഈ ഫോട്ടോ ആരുടേതാണ്? ആ കാണുന്നതല്ല ഞങ്ങളുടെ ഫോട്ടോസ് ആണെന്നേ. ഓക്കെ, നിങ്ങൾ എല്ലാവരും അവരവരുടെ മാസ്ക് കഴിക്കൂ. വീടിനകത്തുള്ളപ്പോ എന്തിനാ മാസ്ക് ഒക്കെ ഇടുന്നത്? ഇല്ല ഇല്ല, ഇന്നത്തെ രാത്രി മുഴുവനും ഞങ്ങൾ ഈ മാസ്ക് ധരിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. അതാണ് ഞങ്ങൾ ചെയ്യാറ്. നാളെ ഞങ്ങൾ മാസ്ക് ഊരിക്കളയും. പുറത്താരോ ബസ് ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. അതില് കുഞ്ഞുങ്ങളുണ്ട്. ഹൈജാക്ക് ചെയ്ത് വേറെ ആരുമില്ല. നിങ്ങളുടെ മാസ്ക് ഇട്ടോണ്ട് പോയ 4 പേരാണ്, അല്ലാതെ വേറെ ആരുമല്ല. വേഗം വരൂ. കിഡ്നാപ്പിംഗ് ചെയ്യുന്നത് അവരും കുടുങ്ങുന്നത് നമ്മളുമാണോ? ഞങ്ങളൊക്കെ പറന്നു പോയിക്കോളാം. നിങ്ങളെല്ലാം പുറകിൽ ഓടി വരൂ. മോട്ടോ, അവരെ രക്ഷിക്കണം. താ എങ്ങനെയാ ഇതിനകത്തേക്ക് വന്നത്? ഫുർഫുറി നഗരത്തിലുള്ളവരെ പറ്റിക്കുക എന്നത് അത്ര എളുപ്പമല്ല. ചിങ്കം സാറേ, ഇന്ന എല്ലാവരെയും ഞാൻ കയ്യും കളവുമായി പിടിച്ചിട്ടുണ്ട്. വേഗം വേഗം പോലീസിനോട് വരാൻ പറ. മോട്ടോ, ആരാണ് ആ ബസ് ഓടിക്കുന്നത്? അത് ശരി, അതിനെ കുറിച്ച് ഞാൻ ഒട്ടും ചിന്തിച്ചില്ല കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ. മോട്ടോ, എങ്ങനെയെങ്കിലും ആ ബസ് നിർത്തിയേ പറ്റൂ, അല്ലെങ്കിൽ ആ ബസ് വീഴ്ന്നു പോവും. താങ്ക് യു അങ്കിൾ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ വളരെ ധൈര്യവാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. നിങ്ങൾ ഈ കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടുത്തി. ഈ ഗുണ്ടകളെ ഞങ്ങൾ കുറെ നാളായിട്ട് തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. താങ്ക് യു. അടിപൊളിയായി മോട്ടോ. നിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നീ ബസ്സിനെ രക്ഷിച്ചില്ലേ? അല്ല പത്തിലോ, ബസ് നിർത്തിയത് ഞാനല്ല. അതൊക്കെ എങ്ങനെയോ സംഭവിച്ചതാണ്. പക്ഷെ എങ്ങനെയാന്ന് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി മനസ്സിലാവുന്നില്ല. എനിക്കെങ്ങനെയാ അത്രയും ഉയരത്തിൽ പറക്കാൻ പറ്റിയത്? എങ്ങനെയെന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയാനാ? അതല്ലേ നിന്റെ കയ്യില് ഡോക്ടർ ജട്ക തന്ന ഗാഡ്ജറ്റ് ഇല്ലേ? ചേട്ടാ ചങ്കയുണ്ട് ബ്രോ, എന്ത് പറ്റി? എങ്ങനെ നിങ്ങളൊക്കെ പറന്നു വന്നു? വേഗം പറ. എന്റെ ഗാഡ്ജറ്റ് തുറക്കാനേ പറ്റുന്നില്ലല്ലോ. എന്റെ വലിയേട്ടാ, നിങ്ങൾ ഞങ്ങളെ പറത്തിയില്ലെങ്കിൽ പിന്നെ ആരാ ഞങ്ങളെ പറത്തിയത്? മാത്രമല്ല, ആ വലിയ ബസ്സിന് എനിക്കെങ്ങനെ നിർത്താൻ പറ്റി? നമുക്ക് ചുറ്റും എന്താ സംഭവിക്കുന്നത്? പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് വേഗം പറയൂ പ്ലീസ്. Friends, follow me.
മോട്ടു, നിന്റെ ചോദ്യങ്ങളുടെ ഉത്തരം ഞാനല്ല, ഇവര് തരും നിനക്ക്. എന്താ സംഭവിച്ചെന്ന് ദയവായിട്ടൊന്ന് പറയൂ. നടന്ന കാര്യങ്ങൾക്കും നിങ്ങൾക്കും എന്തെങ്കിലും ഒരു സംബന്ധം ഉണ്ടോ? ഏയ്, നടന്ന കാര്യങ്ങളും ഞങ്ങളുമായിട്ട് യാതൊരു സംബന്ധവും ഇല്ല. നിങ്ങളൊക്കെ വളരെ നല്ല മനുഷ്യരല്ലേ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഹെൽപ്പ് നിങ്ങളെ ചെയ്തു എന്നുള്ള സത്യമാ. അല്ലല്ലല്ല, ഒട്ടുമല്ല. നിങ്ങളൊക്കെ ആദ്യം നിങ്ങളുടെ മാസ്ക് ഊരിക്കേ. നിങ്ങളൊക്കെ ആരാന്ന് ഞങ്ങക്ക് നിങ്ങളുടെ മുഖം കാണണോ? അഴിക്കൂ അഴിക്കൂ. പേടിക്കണ്ട, ഞങ്ങള് നല്ല പ്രേതങ്ങളാ. ഞങ്ങള് ജീവനോടിരുന്ന കാലത്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചെറിയ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾ പ്രേതമായി മാറിയത്. ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായി, എപ്പോ വരേക്കും കുറച്ച് നല്ല മനുഷ്യര് നിങ്ങളുടെ വീട്ടിൽ വന്ന് വെളിച്ചം തെളിക്കുന്നുണ്ടോ അത്രയും നാള് നിങ്ങൾ 3 പേരും അതേ വീട്ടിൽ ഒളിച്ചിരിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് മൊത്തം പ്രകാശമാക്കി കളഞ്ഞു. നിങ്ങൾ എല്ലാരും ഞങ്ങൾക്കൊരു മുക്തി തന്നെ നേടിത്തന്നു. ഇപ്പൊ ഞങ്ങൾ എല്ലാരും സമാധാനത്തോടെ മടങ്ങുകയാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.